13 വയസ്സ് മുതൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നതായി 18-കാരിയുടെ വെളിപ്പെടുത്തലിന് ശേഷം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായ സംഭവത്തിൽ ഇത്രയേറെ പ്രതികൾ ഉൾപ്പെടുന്നത് ഇത് അപൂർവമാണ്. കൗമാര കായിക താരത്തെ ബലാത്സംഗം ചെയ്ത കേസിൽ 10 പേരെ കൂടി കസ്റ്റഡിയിലെടുത്തതോടെ മനസാക്ഷിയുള്ള മനസ്സുകൾ ഒരു നിമിഷമെങ്കിലും മരവിച്ചുപോയ സംഭവമായി മാറിയിരിക്കുകയാണ് പത്തനംതിട്ടയിലെ ദളിത് പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയായ സംഭവത്തിൽ കൂടുതൽ പ്രതികളാണ് പിടിയിലായിരിക്കുന്നത്. വയസ്സുകാരിയെ 5 വർഷത്തിനിടെ 62 പേരാണ് ലൈംഗികമായി ചൂഷണം ചെയ്തത്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ സംഭവം നിയമ നടപടിയിലേക്ക് എത്തിച്ചത് കുടുംബശ്രീയുടെയും CWCയുടെയും സംയോജിതമായ ഇടപെടലിനെ തുടർന്നാണെന്നതാണ് പ്രധാനം. കഴിഞ്ഞ 5 വർഷത്തിനിടെ 62 പേർ ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്നാണ് 18-കാരിയായ അതിജീവിതയുടെ മൊഴി. കേസിൽ കഴിഞ്ഞ ദിവസം 5 പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ പിന്നീട് കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു. നടപടികൾ തുടർന്ന പോലീസ് ജനുവരി 11-ന് 10 പേരെ കൂടിയാണ് കസ്റ്റഡിയിലെടുത്തത്. അതിജീവിതയുടെ ഡയറി കുറിപ്പിൽ നിന്നും ഉപയോഗിച്ച ഫോണിൽ നിന്നുമാണ് പ്രതികളുടെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിടത്തു നിന്നാണ് കേസിന്റെ ആഴം വ്യക്തമാകുന്നത്. 40 പ്രതികളെയാണ് പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. കുടുംബശ്രീ ജില്ലാ മിഷൻ ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ നടത്തിയ ബോധവൽക്കരണ ക്ലാസ്സിൽ അതിജീവിത പങ്കെടുത്തതാണ് കേസിൽ നിർണായക വഴിത്തിരിവാകുന്നത്. അതിജീവിത തന്നെയാണ് കൗൺസിലറോട് തന്റെ ദുരനുഭവം വെളിപ്പെടുത്തിയത്. തുടർന്ന് കുടുംബശ്രീയുടെ പന്തളത്തെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിലേക്ക് കേസ് കൈമാറുകയും കുട്ടിയെ കൗൺസിലിംഗിന് വിധേയപ്പെടുത്തുകയും ആയിരുന്നു. പത്തനംതിട്ട പോക്സോ കേസിൽ 62 പേരുടെ പേര് വിവരങ്ങൾ പെൺകുട്ടി പുറത്തു പറഞ്ഞുവെന്നാണ് CWC ചെയർമാൻ അഡ്വക്കേറ്റ് രാജീവ് അറിയിച്ചത്. 62 പേർ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നും 13 വയസ്സ് മുതൽ ചൂഷണത്തിന് ഇരയായെന്നുമാണ് പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയത്. 2019 മുതലാണ് പീഡനം ആരംഭിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകിയാണ് കാമുകൻ ആദ്യം പീഡിപ്പിച്ചത്. നിരവധി തവണ പീഡിപ്പിച്ച ശേഷം സുഹൃത്തുക്കൾക്കും കൈമാറി. ഇക്കൂട്ടത്തിൽ പോക്സോ കേസിൽ പിടിയിലായി ജയിൽവാസം അനുഭവിക്കുന്ന ആളുമുണ്ടെന്നാണ് വിവരം. വീടുമായി അടുപ്പമുള്ള ആളുകളാണ് കുട്ടിയെ ആദ്യം പീഡിപ്പിച്ചത്. അച്ഛന്റെ മൊബൈൽ ഫോൺ വഴിയാണ് പെൺകുട്ടി ആളുകളെ ബന്ധപ്പെട്ടിരുന്നത്. കായിക താരമായ പെൺകുട്ടി പരിശീലകരാലും പീഡിപ്പിക്കപ്പെട്ടിരുന്നു. പീഡനത്തിനിരയായ പെൺകുട്ടി പ്രതികളെ ബന്ധപ്പെട്ടത് അച്ഛന്റെ ഫോണിൽ നിന്നാണെന്ന് പോലീസും കണ്ടെത്തിയിരുന്നു. 42 പേരുടെ ഫോൺ നമ്പറുകൾ പെൺകുട്ടി അച്ഛന്റെ ഫോണിൽ സേവ് ചെയ്തിരുന്നു. ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതികളുടെ അറസ്റ്റിലേക്ക് എത്തിച്ചത്. ബലാത്സംഗത്തിനിരയായ സമയത്ത് കുട്ടിയുടെ നഗ്ന ചിത്രങ്ങൾ ചോർന്നിരുന്നു. ആ ചിത്രങ്ങൾ കണ്ടെത്തി പ്രതികളിൽ ചിലർ പത്തനംതിട്ട ചുട്ടിപ്പാറ എന്ന സ്ഥലത്തും പൊതുസ്ഥലങ്ങളിലും സ്കൂളുകളിലും വെച്ച് തന്നെ ചെങ്ങാത്തം നടിച്ച് ബലാത്സംഗം ചെയ്തതായാണ് ഇരയുടെ മൊഴി. 3 പേർ ഒന്നിച്ച് വിളിച്ചുകൊണ്ടുപോയി വരെ കൂട്ടമായി പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നും മൊഴിയിലുണ്ട്. കുട്ടിക്ക് അറിയാത്ത പല സ്ഥലങ്ങളിലും പീഡനം നടന്നിട്ടുണ്ട്. കാറിൽ വെച്ചും സ്കൂളിൽ വെച്ചും പീഡനം നടന്നതുപോലെ തന്നെ വീട്ടിലെത്തി പീഡിപ്പിച്ചവരുമുണ്ട്. ക്യാമ്പസിൽ വെച്ചും കുട്ടി പീഡനത്തിന് ഇരയായിട്ടുണ്ട്. വീഡിയോ കാട്ടി ഭീഷണിപ്പെടുത്തിയായിരുന്നു എല്ലാ പീഡനങ്ങളും നടന്നത്. അപൂർവമായ ഈ കേസിന്റെ വിശദമായ അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് രൂപീകരിച്ചിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. സംഭവത്തിൽ ഇതുവരെ 15 പേരാണ് പിടിയിലായിരിക്കുന്നത്.